നമ്മെ നയിക്കും യാത്ര. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. മരുഭൂച്ചൂടിൽ തളരും മനസ്സുകളിൽ സ്നേഹത്തെളിനീർ പെയ്തിറങ്ങും യാത്ര. നിറയ്ക്കുന്ന ചൈതന്യമേ, സ്നേഹപ്രഭാവം ഒഴുക്കുന്ന കാരുണ്യമേ, പ്രകാശം നിറയ്ക്കുന്ന ചൈതന്യമേ, സ്നേഹപ്രഭാവം ഒഴുക്കുന്ന കാരുണ്യമേ, സത്യം നീ തന്നെ മാർഗം നീ ശരണം ദയാലോ സകലേശവചനം ശരണം മഹാത്മാ നീ തന്നെ സർവേശ്വരൻ അഖിലേശനാമം ശരണം മഹേശ ജഗദീശപാദം ശരണം ദയാലോ സകലേശവചനം ശരണം മഹാത്മാ നീ തന്നെ സർവേശ്വരൻ പാപത്തിൽ മുങ്ങുമെച്ചേതനയിൽ സ്വർഗം തുറന്നെന്റെ നാഥനായി വന്നവൻ നീ. ആഴമാ പാപത്തിൽ മുങ്ങുമെൻ ചേതനയിൽ സ്വർഗം തുറന്നെന്റെ നാഥനായി വന്നവൻ നീ. ഇരുളിൽ പ്രകാശം കനിവിന്റെ നാളം നീ ദേവാ, പാപിക്കു മോക്ഷം നീതിക്കു ഗേഹം നീ ദേവാ. ഇരുളിൽ പ്രകാശം കനിവിന്റെ നാളം നീ ദേവാ, പാപിക്കു മോക്ഷം നീതിക്കു ഗേഹം നീ ദേവാ. നീ തന്നെ ജീവൻ നീ തന്നെ നാഥൻ നീ തന്നെ സർവേശ്വരൻ അഖിലേശനാമം ശരണം മഹേശ ജഗദീശപാദം ശരണം ദയാലോ സകലേശവചനം ശരണം മഹാത്മാ നീ തന്നെ സർവേശ്വരൻ അഖിലേശനാമം ശരണം മഹേശ ജഗദീശപാദം ശരണം ദയാലോ സകലേശവചനം ശരണം മഹാത്മാ നീ തന്നെ സർവേശ്വരൻ.
ചരിക്കുവാനാ നിത്യമാം ജീവന്റെ വചനം ചൊരിഞ്ഞവൻ നീ ശാന്തിതൻ വീതിയിൽ എന്നും ചരിക്കുവാനാ നിത്യമാം ജീവന്റെ വചനം ചൊരിഞ്ഞവൻ നീ സ്വർഗീയദാനം അൻപെഴും നാദം നീ ദേവാ വിശ്വപ്രകാശം സത്യപ്രതീകം നീ ദേവാ സ്വർഗീയദാനം അൻപെഴും നാദം നീ ദേവാ വിശ്വപ്രകാശം സത്യപ്രതീകം നീ ദേവാ നീ തന്നെ ലക്ഷ്യം നീ തന്നെ ദൈവം നീ തന്നെ സർവേശ്വരൻ അഖിലേശനാമം ശരണം മഹേശ ജഗദീശപാദം ശരണം ദയാലോ സകലേശ വചനം ശരണം മഹാത്മാ നീ തന്നെ സർവേശ്വരൻ അഖിലേശനാമം ശരണം മഹേശ ജഗദീശപാദം ശരണം ദയാലോ സകലേശ വചനം ശരണം മഹാത്മാ നീ തന്നെ സർവേശ്വരൻ നീ തന്നെ സർവേശ്വരൻ നീ തന്നെ സർവേശ്വരൻ പുറപ്പാട് പ്രിയമുള്ളവരെ, പുറപ്പാടിൻ്റെ ഈ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് അറേബ്യൻ മണ്ണിലെ ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ചാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് UAE അലൈൻ എന്ന സ്ഥലത്ത് മാതാവിൻ്റെ പേരിലുള്ള കത്തോലിക്ക ദേവാലയത്തിലാണ്. ഏകദേശം 123 വർഷങ്ങൾ പിന്നിടുകയാണ് ക്രൈസ്തവ സമൂഹം അറേബ്യൻ മണ്ണിൽ വന്നിട്ട്. ആദ്യമായിട്ട് യമൻ എന്ന് പറയുന്ന രാജ്യത്തിൽ ഏദൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ആദ്യമായിട്ട് ഒരു ബിഷപ്പ് ഹൗസും അതിനോടൊപ്പം ചേർന്ന് ദേവാലയവും വിശ്വാസ സമൂഹവുമായിട്ട് നമ്മൾ ആദ്യം യാത്ര തുടങ്ങിയത്. അതിനുശേഷം വിവിധ കാരണങ്ങളാൽ മിത്രാൻ്റെ വസതി 1974 അബുദാബിയിലേക്ക് മാറ്റം ചെയ്യപ്പെട്ടു. ഈ കഴിഞ്ഞ 2011 മെയ് 31 വികാരിയേറ്റ് അപ്പസ്തോലിക് ഓഫ് അറേബ്യ എന്ന് പറയുന്ന വളരെ വിസ്തൃതമായ ഈ രൂപത രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു. വിശ്വാസികളുടെ എണ്ണവും അതോടൊപ്പം തന്നെ ഏരിയ ബേസിൽ വളരെ വലുതായതുകൊണ്ടും രണ്ടായിട്ട് അത് വിഭജിക്കപ്പെട്ടു. അങ്ങനെ നോർത്തേൺ അറേബ്യ എന്നും സദേൺ അറേബ്യ എന്നും രണ്ടായിട്ട് 2011 മെയ് 31 വിഭജിക്കപ്പെട്ടു. അങ്ങനെ സദേൺ അറേബ്യയുടെ മെത്രാനായ ബിഷപ്പ് പോൾ ഹിൻഡറും നോർത്തേൺ അറേബ്യയുടെ മെത്രാനായ ബിഷപ്പ് കമിലോയും അധികാരം ഏറ്റെടുത്തു. സദേൺ അറേബ്യയുടെ കീഴിലുള്ള ഈ രൂപതയിൽ ഏകദേശം UAE എന്ന 3 രാജ്യങ്ങളാണ് ഇതിൽ പെടുന്നത്: യമൻ, ഒമാൻ, UAE. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ UAE ഏകദേശം 7 ദേവാലയങ്ങളാണുള്ളത്. ദുബായിലും അബുദാബിയിലും റാസൽ ഖൈമയിലും ഷാർജയിലും അലൈനുമൊക്കെ ആയിട്ട് 7 ദേവാലയങ്ങളാണ് UAE തന്നെ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. ഈ രൂപതയിൽ ഏകദേശം 51 അച്ഛന്മാരുണ്ട്. അതിൽ 31 വൈദികരും കപ്പുച്ചിൻ വൈദികരാണ്. ഇത് കപ്പുച്ചിൻ മിഷനാണ്. കാരണം 1889 മുതൽ ആദ്യമായിട്ടിവിടെ കാലുകുത്തുന്നത് ഇറ്റാലിയൻ കപ്പുച്ചിൻ മിഷണറിമാരാണ്. അവരായിരുന്നു വർഷങ്ങളായിട്ട് ഈ രൂപത മുന്നോട്ട് നയിച്ചിരുന്നത്. അതിനുശേഷം വൈദികരുടെ എണ്ണം കുറഞ്ഞതുകൊണ്ട് വിവിധ പ്രോവിൻസുകളിൽ നിന്ന് പല കപ്പുച്ചിൻ വൈദികരും ഇവിടെ വന്ന് സേവനം അനുഷ്ഠിക്കുന്നു. ഇന്ന് UAE കൂടുതലും അല്ലെങ്കിൽ സദേൺ അറേബ്യയിൽ കൂടുതലുമുള്ളത് കപ്പുച്ചിൻ വൈദികരാണ്. ഏകദേശം 31 കപ്പുച്ചിൻ വൈദികരും 8 സലേഷൻ അച്ഛന്മാരും 4 മറ്റ് ഈ രൂപതയ്ക്ക് വേണ്ടി വൈദികരായിരിക്കുന്ന 4 വൈദികരും ഈ രൂപതയ്ക്കുണ്ട്. അലൈൻ ദേവാലയത്തെക്കുറിച്ച് പറയുമ്പോൾ 1969 ഈ ദേവാലയത്തിൻ്റെ ശിലാസ്ഥാപനം നടന്നതും പുതിയ ഒരു പള്ളി ഇവിടെ ആശീർവദിച്ചതും.
അതിനുശേഷം വിശ്വാസികളുടെ എണ്ണം കൂടിയതുകൊണ്ട് കഴിഞ്ഞ 2009 ഡിസംബർ 8 പുതിയ ഒരു ദേവാലയം പണിത് അതിൻ്റെ ആശീർവാദ കർമ്മം നിർവഹിച്ചു. അന്ന് ഇതിൻ്റെ ആശീർവാദത്തിനായിട്ട് കടന്നു വന്നത് ഈ സ്ഥലത്തെ ഈ ഏരിയ അല്ലെങ്കിൽ അലൈനിൻ്റെ ഭരണാധികാരിയായ റെപ്രസെൻറ്റേറ്റീവായ ഷെയ്ഖ് ഹസ ബിൻ താനൂനാണ്. ഒപ്പം മെത്രാനായ ബിഷപ്പ് പോൾ ഹിൻഡറും സന്നിഹിതനായിരുന്നു. ഒത്തിരി വിശ്വാസികളുടെ സാന്നിധ്യത്തിലാണ് ഈ ദേവാലയം അന്ന് ആശീർവദിക്കപ്പെട്ടത്. ഈ ദേവാലയത്തിൽ ഒത്തിരി രാജ്യക്കാർ ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വരാറുണ്ട്. ഏറ്റവും കൂടുതൽ ഫിലിപ്പീൻസും കൂടാതെ ഇന്ത്യൻസ്, ശ്രീലങ്കൻസ്, പാകിസ്ഥാനിൽ നിന്നുള്ള വിശ്വാസികൾ, കൂടാതെ യൂറോപ്യൻസ്, അങ്ങനെ ഒത്തിരി രാജ്യക്കാർ ഈ ദേവാലയത്തിൽ ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വരുന്നുണ്ട്. വിവിധ ഭാഷകളിൽ ഇവിടെ ബലി അർപ്പിക്കപ്പെടാറുണ്ട്. ഉറുദു ഭാഷയിലും മലയാളത്തിലും ഫിലിപ്പീനോയുടെ ഭാഷയായ തഗലോഗിലും തമിഴ്, അങ്ങനെ വിവിധ ഭാഷകളിൽ ഇവിടെ കുർബാന അർപ്പിക്കപ്പെടുന്നുണ്ട്. ഏകദേശം 6000-ഓളം വിശ്വാസികൾ ഈ ദേവാലയത്തിൽ ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വരുന്നുണ്ട്. That by the help of your mercy, we may be always free from sin and safe from all distress. Behold the Lamb of God. Behold him who takes away the sins of the world. Blessed are those called to the supper of the Lamb. Consecrated resting place, a vessel ever true. Make my heart a fire, a dwelling place for the Holy One. Make my heart a dwelling place, a temple just for you. Make my heart a fire, in the brightness of your sun. Make my heart a dwelling place for the Holy One. A consecrated resting place, a vessel ever true. Make my heart a fire, with the brightness of your sun. Make my heart your dwelling
അങ്ങനെ ഒത്തിരി വിശ്വാസികൾക്ക് ദൈവാനുഭവവും അതിനെല്ലാം ഉപരിയായിട്ട് അവരുടെ എല്ലാ പ്രശ്നങ്ങളെയും പങ്കുവയ്ക്കാവുന്ന ഒരു മനോഹരമായ ഒരു ദേവാലയമായിട്ട് ഇത് ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒത്തിരി വിശ്വാസികളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാനും കൂടാതെ അവരുടെ ആശങ്കകളും അവരുടെ വേദനകളും ഒപ്പിയെടുക്കുന്ന ഒരു സങ്കേതമായിട്ട് ദേവാലയം ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഗവൺമെൻറ്റിൻ്റെയും അതോടൊപ്പം തന്നെ മറ്റ് അധികാരികളുടെയും നിസ്തുലമായ സഹകരണവും സ്നേഹവും ഒന്നുകൊണ്ട് മാത്രമാണ് ഈ ദേവാലയം ഇന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ ഈ ദേവാലയത്തിൽ വിവിധ സമൂഹങ്ങൾക്കായിട്ട് ഒത്തിരി പ്രാർത്ഥനാ ഗ്രൂപ്പുകളുണ്ട്. കരിസ്മാറ്റിക് ഗ്രൂപ്പ്, ഫിലിപ്പീനോ കമ്മ്യൂണിറ്റിയുടെ എൽഷഡായി, കപ്പിൾസ് ഫോർ ക്രൈസ്റ്റ്, സിംഗിൾസ് ഫോർ ക്രൈസ്റ്റ്, യൂത്ത് ഫോർ ക്രൈസ്റ്റ്, കൂടാതെ മലയാളത്തിൻ്റെ ജീസസ് യൂത്ത്, അങ്ങനെ ഒത്തിരി പ്രാർത്ഥനാ ഗ്രൂപ്പുകളും ഒത്തിരി യുവാക്കളും വിവിധ പ്രയർ ഗ്രൂപ്പുകളിലായിട്ട് ഇവിടെ സേവനമനുഷ്ഠിക്കുന്നു, പ്രാർത്ഥനാ അനുഭവത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. കൂടാതെ മറ്റ് ലേബർ ക്യാമ്പിലൊക്കെ ജോലി ചെയ്യുന്ന ഒത്തിരി യുവാക്കൾ ഈ ദേവാലയത്തിലേക്ക് കടന്നു വരികയും പ്രാർത്ഥനാ ഗ്രൂപ്പിലൂടെ ഒത്തിരി സജീവമായിട്ട് ദൈവാനുഭവത്തിലേക്ക് കടന്നു പോകുന്നതായിട്ട് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇത് മരുഭൂമി ആണ് എങ്കിൽ തന്നെ ഒരു ദൈവ മേഖലയായിട്ടാണ് പല വ്യക്തികൾക്കും ഇത് അനുഭവവേദ്യമാകുന്നത്. നമ്മുടെ നാടിനെ അപേക്ഷിച്ച് പറയുമ്പോൾ ഈ ദേവാലയ അല്ലെങ്കിൽ ഈ UAE ദേവാലയങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒത്തിരി വിശ്വാസികൾ കുർബാനയ്ക്ക് മുൻപും പിൻപുമായിട്ട് നേരത്തെ വന്ന് പ്രാർത്ഥനയിൽ നിരതരായിട്ടിരിക്കുന്ന വലിയൊരു കാഴ്ച ഈ UAE എല്ലാ ദേവാലയങ്ങളിലും കാണുവാനായിട്ട് സാധിക്കും. കാരണം അവരെ സംബന്ധിച്ച് പറയുമ്പോൾ ഉറ്റവരെയും ഉടയവരെയും ബന്ധുമിത്രാദികളെയൊക്കെ വിട്ടുകൊണ്ട് ഒറ്റയ്ക്കൂടെ താമസിക്കുന്ന ഈ അവസരത്തിൽ അവർക്ക് ഏക ആശ്രയമെന്ന് പറയുന്നത് ദൈവം മാത്രമാണ്. അതുകൊണ്ട് മിക്ക സമയവും എപ്പോഴെല്ലാം അവർക്ക് സമയം കിട്ടുന്നുവോ ആ നിമിഷങ്ങളിലൊക്കെ ദേവാലയത്തിൽ വന്നിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാനും ദൈവാനുഭവത്തിലായിരിക്കുവാനും പ്രാർത്ഥന നിരതരായിരിക്കുവാനുള്ള വലിയൊരു കൃപ ഇവിടെ വരുന്ന എല്ലാ വ്യക്തികൾക്കും ലഭിക്കാറുണ്ട്. ചുരുക്കി പറഞ്ഞാൽ വലിയൊരു ദൈവാനുഭവത്തിൻ്റെ മേഖലയായിട്ട് ഈ മരുഭൂമി ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിവിടെ ഒരു ആരാധനാലയമുണ്ട്, പെർപ്പച്വൽ അഡോറേഷൻ ചാപ്പൽ, നിത്യ ആരാധനയുടെ ഒരു സ്ഥലം. രാവിലെ 7 മണി മുതൽ രാത്രി 7 മണി വരെ അത് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ട് ഇരിക്കുന്നൊരു സ്ഥലമാണത്. ഒത്തിരി വ്യക്തികൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന പല കാഴ്ചകളും ആ ദേവാലയത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. UAE ഏകദേശം 2 സ്ഥലങ്ങളിൽ മാത്രമാണ് നിത്യ ആരാധനയുടെ സൗകര്യമുള്ളത്. ഒന്ന് ഇവിടെയും മറ്റൊന്ന് ഇതിന് തൊട്ടടുത്തുള്ള മറ്റൊരു ദേവാലയമായ ജബലാലിയിലെ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചിലുമാണ്. ഒത്തിരി വിശ്വാസികൾ ഈ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചിരിക്കുന്നതിൻ്റെ മുൻപിൽ വന്നിരുന്ന് മുട്ടിന്മേൽ നിന്നുകൊണ്ട് വിരിച്ച കരങ്ങളോടെ പ്രാർത്ഥിക്കുന്ന കാഴ്ചകൾ നമുക്ക് പലപ്പോഴും കാണുവാനായിട്ട് സാധിക്കും. കൂടാതെ ഈ ദേവാലയത്തിൻ്റെ മുൻപിലായിട്ട് മനോഹരമായ മാതാവിൻ്റെ ഒരു ഗ്രോട്ടോയുണ്ട്. ഒത്തിരി വ്യക്തികൾ ഒത്തിരി പ്രാർത്ഥനയുമായിട്ട് തിരി കത്തിച്ചു വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന വലിയൊരു കാഴ്ച നമുക്കിവിടെ കാണാൻ സാധിക്കും. ക്രിസ്ത്യാനികൾ മാത്രമല്ല, വിവിധ സമൂഹങ്ങളിൽ വിവിധ മതങ്ങളിലുള്ള വ്യക്തികളും മാതാവിൻ്റെ പക്കലേക്ക് വന്നുകൊണ്ട് തിരി കത്തിച്ച് നിറ കണ്ണുകളോടെ പ്രാർത്ഥിക്കുന്നൊരു കാഴ്ചയും നമുക്കിവിടെ കാണുവാൻ സാധിക്കും. എപ്പോൾ നോക്കിയാലും ഗ്രോട്ടോയുടെ സൈഡിലായിട്ട് കാണുന്ന തിരി സ്റ്റാൻഡിൽ എന്നും തിരികൾ നിറഞ്ഞു നിൽക്കുകയാണ്. മാതാവിനോടുള്ള വലിയൊരു സ്നേഹം ഇവിടുത്തെ സമൂഹത്തിൻ്റെ വലിയ ഒരു പ്രത്യേകതയാണ്. കൂടാതെ ഈ ദേവാലയത്തിൽ വളരെ പ്രത്യേകമായിട്ട് ഞാൻ കാണുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വിവിധങ്ങളായ കൊയറുകളാണ്, ഗാന ശുശ്രൂഷ സമൂഹങ്ങളാണ്. മലയാളത്തിനും ഇംഗ്ലീഷിനും ഫിലിപ്പീനോ കമ്മ്യൂണിറ്റിക്കും ശ്രീലങ്കൻ കമ്മ്യൂണിറ്റിക്കും ഉറുദു കമ്മ്യൂണിറ്റിക്കും കൂടാതെ തമിഴ് കമ്മ്യൂണിറ്റിക്കൊക്കെയുമായിട്ട് ഒത്തിരി പ്രാർത്ഥനാ സമൂഹങ്ങളും കൂടാതെ ഗാന ശുശ്രൂഷ സമൂഹങ്ങളും നമുക്കുണ്ട്. വളരെ മനോഹരമായിട്ട് ഗാനങ്ങൾ ആലപിച്ച് ഇവിടുത്തെ ശുശ്രൂഷകൾ വളരെ മനോഹരമാക്കി മാറ്റുവാനായിട്ട് സമൂഹത്തിന് സാധിക്കുന്നുണ്ട്. ഒത്തിരി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒത്തിരി വിശ്വാസികൾ ഈ സമൂഹത്തിലേക്ക് കടന്നു വരാറുമുണ്ട്. സ്തുതിക്കുന്ന നേരം
കുളിരോലും കുഞ്ഞിക്കാറ്റേ നാദലാ കീർത്തനമീടാ. കിന്നരമണി വീണകൾ വീട്ടാം, ആനന്ദച്ചുവടുകളാടാം, പാടിടാം നവജയഗീതകം. അവികല സുരസംഗീതം അവനേലവനേകി, കരൾ കാമ്പിനുള്ളിൽ തുടികൊട്ടും ചൈതന്യം. സ്വർഗവാസികൾ ചേർന്നു പാടുമൊരു നവ്യ സങ്കീർത്തനം, പാടാൻ വരും ആരാധകർ ഞങ്ങൾ ആരാധകർ. സ്വർഗവാസികൾ ചേർന്നു പാടുമൊരു നവ്യ സങ്കീർത്തനം, പാടാൻ വരും ആരാധകർ ഞങ്ങൾ ആരാധകർ. ഒരു മനമായി സോദരരെന്നും ഐക്യത്തിൽ ജീവിച്ചിടുകിൽ എത്രയോ ധന്യം ജീവിതം. സിയോൻ ഗിരിനിരയിൽ പൊഴിയും ഹെർമോണിൻ മഞ്ഞുകണം പോൽ സുന്ദരം സുരഭില മോഹനം. അനുഭവ നവസംഗീതം അനുദിനമവനേകി, മനസ്സിന്റെ ഉള്ളിൽ അവനേകും ചൈതന്യം. സ്തുതിക്കുന്ന നേരം നിന്നിൽ സന്തോഷം, ഒഴുക്കുന്നു നാദൻ നിത്യം സാമോദം. ആരാധനയേകും നേരം വെൺവാതിൽ, തുറന്നിടും കൃപകൾ ചൊരിയും വരമഴയാ. മുഴക്കിടും ദൂതർവാരിൽ സ്വർഗീയ ഗീതങ്ങൾ, നിറഞ്ഞിടും മനവും തനുവും സ്വർഗീയ സ്നേഹത്താൽ സ്തുതിപ്പിന്റെ ഗീതം പാടിടാം. സ്വർഗവാസികൾ ചേർന്ന് പാടുമൊരു നവ്യ സങ്കീർത്തനം, പാടാൻ വരും ആരാധകർ ഞങ്ങൾ ആരാധകർ. ഈ ധന്യമായ നിമിഷത്തിൽ പ്രേക്ഷകരായ നിങ്ങളോട് എനിക്ക് പങ്കുവയ്ക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇവിടുത്തെ ജനത എന്ന് പറയുന്നത് എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ വെച്ച് നോക്കുമ്പോൾ ഒത്തിരി ദൈവാനുഭവത്തിലൂടെ കടന്നു പോകുന്നൊരു സമൂഹമാണ്. കാരണം എല്ലാം നഷ്ടപ്പെടുന്ന ഒരു മനുഷ്യന് ആശ്രയമായിട്ടുണ്ടാകുന്നത് ദൈവം മാത്രമാണ്. അതിൻ്റെ വലിയ ഒരു പ്രത്യേകതയാണ് ഈ ഗൾഫ് രാജ്യങ്ങളിലെ വിശ്വാസികളിൽ ഞാൻ കണ്ടിട്ടുള്ളത്. എല്ലാം നഷ്ടപ്പെടുമ്പോൾ അവൻ ആശ്രയിക്കാനുള്ള ഏറ്റവും വലിയ സങ്കേതം എന്ന് വെച്ചാൽ ദൈവമാണ്. അതുകൊണ്ട് മാത്രമാണ് യുവതി യുവാക്കൾ, നമ്മുടെ നാട്ടിൽ പോലും കാണാത്ത വലിയൊരു കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. യുവതി യുവാക്കൾ ദേവാലയത്തിലേക്ക് വന്നുകൊണ്ട് വിരിച്ച കരങ്ങളുമായിട്ട് പ്രാർത്ഥിക്കുന്ന ആ കാഴ്ച നമ്മുടെ നാട്ടിലെങ്കും നമുക്ക് കാണാൻ സാധിക്കത്തില്ല. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, എല്ലാം നഷ്ടപ്പെടുന്ന ഒരുവന് ഏക ആശ്രയമെന്ന് പറയുന്നത് ദൈവമാണ്. ദൈവത്തെ മാത്രമേ ആ നിമിഷങ്ങളിൽ അവൻ ആശ്രയിക്കാൻ സാധിക്കൂ എന്നുള്ളത് വലിയൊരു സന്ദേശമാണ് ഇവിടുത്തെ വിശ്വാസികളിൽ നിന്നും ഇന്ന് വരെ എൻ്റെ അനുഭവത്തിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ദേവാലയത്തെക്കുറിച്ച് ഒന്നുകൂടെ ആഴമായിട്ട് പറയുകയാണെങ്കിൽ, 2009 ഡിസംബർ 8-ാം തീയതിയാണ് ഈ ദേവാലയം ആശീർവദിച്ചത്. ഇതിൻ്റെ ചുറ്റും കാണുന്ന മനോഹരമായ സ്റ്റെയിൻഡ് ഗ്ലാസുകളെന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ളതാണ്. ജപമാലയുടെ രഹസ്യങ്ങളാണ് ഇവിടെ ആലേഖനം ചെയ്തിരിക്കുന്നത്. സന്തോഷത്തിൻ്റെ രഹസ്യങ്ങളാണ് ഇതിൻ്റെ ചുറ്റുമായിട്ട് ആലേഖനം ചെയ്തിരിക്കുന്നത്. ഈ ഗ്ലാസുകളെല്ലാം ഞാൻ കൊണ്ടുവന്നത് പാലായിലെ ഒരു ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്ത് നിന്നാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ ദേവാലയം കേരളത്തിന് തന്നെ ഒരു അഭിമാനമാണ്. കാരണം കേരളത്തിൻ്റെ നിന്ന് കൊണ്ടുവന്ന മിക്ക വസ്തുക്കളുമാണ് ഇവിടെ ഈ ദേവാലയത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് എൻ്റെ പിന്നിൽ കാണുന്ന ക്രൂശിത രൂപവും മാതാവിൻ്റെ രൂപവും മറ്റെല്ലാ രൂപങ്ങളും കൂടാതെ ഈ ഗ്ലാസുകളൊക്കെ ഞാൻ കൊണ്ടുവന്നത് കേരളത്തിൽ നിന്നാണ്. അങ്ങനെ കേരളത്തിൻ്റെ ഒരു തനിമ അല്ലെങ്കിൽ കേരളത്തിൻ്റെ വലിയൊരു പങ്കാളിത്തം ഈ അറേബ്യൻ മണ്ണിലാണെങ്കിൽ പോലും ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും.
മെഴുതിരി ഉരുകുന്ന പോലെ എൻ ഹൃദയം ഉരുകി ഞാൻ നിൻ സവിധേ. മെഴുതിരി ഉരുകുന്ന പോലെ എൻ ഹൃദയം ഉരുകി ഞാൻ നിൻ സവിധേ. തിരികെ വന്നിതാ ഞാൻ ധൂർത്തനെ പോ ചേർക്കണേ ഭവനത്തിൽ ദാസനായി.